കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ അത്യപൂർവമായ ഒരു സന്ദർഭത്തിനാണ് ഈ റിപ്പബ്ലിക് ദിനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പുരസ്കാരങ്ങളോട് മുഖം തിരിച്ചു നിന്ന ഇടതുപക്ഷ പാർട്ടികളെയും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനത്തെയും ഒരുപോലെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ പത്മ പുരസ്കാര പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകിയ കേന്ദ്ര നടപടി വെറും ഒരു ആദരവിനപ്പുറം കേരളത്തിലെ രാഷ്ട്രീയ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ഒരു സർജിക്കൽ സ്ട്രൈക്കാണെന്ന് നിസ്സംശയം പറയാം. ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മവിഭൂഷൺ കേരളത്തിന്റെ ജനപ്രിയ നായകൻ VS അച്യുതാനന്ദനെ തേടിയെത്തിയപ്പോൾ അത് കേവലം ഒരു മരണാനന്തര ബഹുമതിയല്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വേരുകളിൽ പടർന്നു കയറാനുള്ള BJPയുടെ പ്ലാൻ ബിയുടെ ഭാഗമാണത്. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പട്ടികയിൽ VSന്റെ പേര് ഇല്ലാതിരുന്നിട്ടും കേന്ദ്രം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ എന്ന നേതാവിനോട് CPM സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ചും പിണറായി വിജയൻ വിഭാഗം പുലർത്തിയിരുന്ന സമീപനം പലപ്പോഴും വിവാദങ്ങൾക്കും ഗ്രൂപ്പ് വഴക്കുകൾക്കും കാരണമായിട്ടുണ്ട്. VS സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന അവസാന നാളുകളിൽ അദ്ദേഹത്തിന് അർഹമായ പരിഗണന പാർട്ടി നൽകിയില്ലെന്നൊരു വികാരം അണികൾക്കിടയിലുണ്ട്. ഈ വികാരത്തെയാണ് കേന്ദ്ര സർക്കാർ തന്ത്രപരമായി അഭിസംബോധന ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശ പട്ടികയിൽ VSന്റെ പേര് ഉൾപ്പെടുത്താതിരുന്നതിലൂടെ അദ്ദേഹത്തെ ആദരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് താല്പര്യമില്ലെന്ന് വരുത്തി തീർക്കാൻ BJPക്ക് സാധിച്ചു. VSന് പത്മവിഭൂഷൺ നൽകിയതിലൂടെ നിങ്ങളുടെ പാർട്ടി വിസ്മരിച്ച മഹാന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു എന്ന സന്ദേശമാണ് കേന്ദ്രം കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് നൽകുന്നത്.